ലാൽ സലാം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ എല്ലാ വിപ്ലവ പോരാളികളെയും ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് സഖാവ് മധു എറണാകുളം, സെക്രട്ടറി സഖാവ് ഗിരീഷ് എടപ്പാൾ, മറ്റ് നമ്മുടെ രക്ഷാധികാരികൾ സഖാവ് ലത്തീഫ്, സഖാവ് ഗിരീഷ് കുമ്പിടി, പ്രിയരായ അഡ്മിൻ സാരഥികൾ, പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് ജനുവരി 2. വിപ്ലവങ്ങളുടെ തീവാറിയ മണ്ണിൽ നിന്ന് നാടകത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച് മനുഷ്യ മനസ്സുകൾ ഇടം പിടിക്കുകയും ചരിത്രമായി മാറുകയും ചെയ്ത ഒരു സജീവ ഇടതുപക്ഷത്തിൻ്റെ സഖാവ് സഫ്ദർ ഹാഷ്മിയുടെ രക്തസാക്ഷിത്വ ദിനമാണിന്ന്. കലയിലൂടെ രാഷ്ട്രീയ വിഷയങ്ങൾ സമൂഹത്തിലെത്തിക്കാനും അനീതിക്കും അധർമ്മത്തിനും അക്രമത്തിനും അഴിമതിക്കുമെതിരെ പോരാടാനും ഒരു ചെറുപ്പക്കാരൻ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്ന ആ രൂപത്തിൻ്റെ പേരാണ് സഫ്ദർ ഹാഷ്മി. നമ്മുടെ ഹരിസഖാവ് സ്വാഗതത്തിൽ വിശാലമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കലാപരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ജ്വലിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് സഫ്ദർ ഹാഷ്മി എന്ന് പറയാം. 34 വയസ്സിൽ ഹല്ലേ ബോൽ എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ കോൺഗ്രസ് ഗുണ്ടകളുടെ തലക്കടിയാൽ തളർന്നു വീഴുകയും 1989 ജനുവരി മാസം 1-ാം തീയതി തലക്കടിയേക്കുകയും 2-ാം തീയതി മരണപ്പെടുകയും ചെയ്ത അപൂർവമായ ഒരു കലാകാരനാണ് സഫ്ദർ ഹാഷ്മി. അപൂർവം എന്ന് പറയാൻ കാരണം ഒത്തിരി കലാകാരന്മാർ വ്യത്യസ്ത തലങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സ്വാഭാവിക മരണമാണെങ്കിൽ സഫ്ദർ ഹാഷ്മിയുടേത് അത്തരമൊരു സ്വാഭാവിക മരണമായിരുന്നില്ല. തൻ്റെ സാഹിത്യ സൃഷ്ടി, തൊഴിലാളികളുടെ ശബ്ദം സമൂഹത്തിൻ്റെ ദിഗന്തങ്ങളിൽ മുഴങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ഡൽഹിയിലെ തെരുവോരങ്ങളിലെ പാവപ്പെട്ടവരോടൊപ്പം കഴിഞ്ഞുകൊണ്ട് അവരുടെ വേദനയും സ്പന്ദനങ്ങളും മനസ്സിലാക്കി നാടക രൂപേണ സമൂഹത്തിലെത്തിക്കാൻ കൊതിച്ച ഈ കുറഞ്ഞ വയസ്സുകൊണ്ട് തന്നെ തീപാറുന്ന ശബ്ദമായി അരങ്ങിൽ കൊഴുത്ത ഒരു മഹാനടനെയും അതിനേക്കാൾ ഉപരി ആശയം കൊണ്ട് ഒരു നാടകകലയെ തന്നെ സമ്പുഷ്ടമാക്കിയ ഒരു മഹാവ്യക്തിത്വത്തെയുമാണ് കോൺഗ്രസിൻ്റെ ഗുണ്ടാ രാഷ്ട്രീയം അരിഞ്ഞില്ലാതാക്കിയത്, തല്ലി തകർത്തത്, ഊതിക്കെടുത്തിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സഫ്ദർ ഹാഷ്മി എന്ന് പറയുന്ന കലാകാരൻ സഖാക്കളിൽ വളരെ വലിയ സ്ഥാനത്ത് തന്നെ നിലകൊള്ളുന്നു. ഇടതുപക്ഷത്തിൻ്റെ സജീവ സാന്നിധ്യമായി എപ്പോഴും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി തൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെ മുഴുവൻ അക്ഷരങ്ങളാക്കി കോറിയിട്ട് കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ഓരോ തെരുവുകളിൽ നിന്നുകൊണ്ട് അത് സാധാരണ മനുഷ്യൻ്റെ ശബ്ദമാക്കിയെടുക്കുവാൻ വേണ്ടി തെരുവുകളിൽ നിന്ന് കഥാപാത്രങ്ങളെ കണ്ടെത്തി തെരുവ് വേദികൾ അവതരിപ്പിച്ച വ്യക്തിയാണ് സഫ്ദർ ഹാഷ്മി. 1954 ഏപ്രിൽ മാസം 12-ാം തീയതി ഡൽഹിയിൽ ഹനീഫയുടെയും കമർ ആസാദ് ഹാഷ്മിയുടെയും മകനായിട്ടാണ് സഫ്ദർ ജനിക്കുന്നത്. ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തു. പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ MA പഠിച്ചു. ഈ വേളയിലാണ് അദ്ദേഹം SFIയുടെ ഒരു സഹയാത്രികനായി, SFIയുടെ സഖാവായി മാറുന്നത്.
ഈ സമയത്ത് തന്നെ നാടകത്തോട് ഉള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ 1973 ജനനാട്യമഞ്ച് എന്ന് പറയുന്ന ഒരു നാടക സമിതിക്ക്, ഒരു തെരുവ് നാടക സമിതിക്ക് സഫ്ദർ രൂപം നൽകി. ഇപ്റ്റ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇപ്റ്റ എന്ന് പറയുന്ന സാംസ്കാരിക കലാപ്രവർത്തനങ്ങളുടെ ക്രോഡീകരണമായ സംഘടനയുടെ ഭാഗമായി തന്നെ ജനനാട്യമഞ്ച് മാറി. പച്ചയായ മനുഷ്യരുടെ ദുഃഖങ്ങളെ കോർത്തിണക്കി സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി വളരെയേറെ അധ്വാനിച്ച ഒരു വലിയ കലാകാരനാണ് സഫ്ദർ ഹാഷ്മി. സഫ്ദർ ഹാഷ്മിയുടെ ഓരോ ഇടപെടലുകളും വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ, തൊഴിലാളികളുടെ വേദനകൾ പറയുമ്പോൾ തൊഴിലാളി വിരുദ്ധരുടെ ചിന്താഗതികളെയും അനാവരണം ചെയ്യുമായിരുന്നു. ബൂർഷ്വാസിയുടെ മനസ്സിലെ ക്രൂരമായ മനുഷ്യത്വരഹിത വിനോദത്തെ അനാവരണം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും കഥാപാത്രങ്ങളെയും ഉപയോഗിച്ചിരുന്നു. തീർച്ചയായിട്ടും ആശയങ്ങളെ അർത്ഥതലങ്ങളിൽ നിന്ന് സന്നിവേശിപ്പിക്കുമ്പോൾ പ്രതിഷേധത്തിൻ്റെ ശക്തി വളരെ കൂടുതലാഞ്ഞടിക്കുമെന്ന് തന്നെയാണ് സഫ്ദർ ഹാഷ്മിയിലൂടെയും ലോകത്തിന് ബോധ്യമായത്. സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ സഫ്ദർ അംഗമായിരുന്നു. 1973 ജനതാട്യമഞ്ചിലേക്ക് വരികയും 1976 തന്നെ CPM എന്ന് പറയുന്ന വലിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി മാറുകയും ചെയ്തു നമ്മുടെ സഖാവ് സഫ്ദർ. അധ്യാപകനായി സക്കീർ ഹുസൈൻ കോളേജിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ഡൽഹിയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ ഏറെക്കാലം ജോലി നോക്കി. 1983 മുഴുവൻ സമയ CPM പ്രവർത്തകനായി മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹം നാടകങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, നാടകങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നാടകത്തിലൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് നാടകത്തെ പ്രതിഷേധത്തിൻ്റെ ശബ്ദമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് 1989 ജനുവരി മാസം 1-ാം തീയതിയിൽ ആണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് ഡൽഹി നഗരത്തിലെ ഗാസിയാബാദിൻ്റെ തിരുവോരത്ത് അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ, പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തെരുവ് നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹല്ലാബോൽ എന്ന് പറയുന്ന, ഉറക്കെ പറയുക എന്ന് പറയുന്ന തെരുവ് നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് നമ്മുടെ സഫ്ദർ ഹാഷ്മിയെ തലക്കടിച്ച് കൊല്ലുന്നത്. അക്കൂട്ടത്തിൽ ഒരു CIT നേതാവായ രാം ബഹദൂറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനെ അടിച്ച് വീഴ്ത്തി, അങ്ങനെ ഒരു കലാകാരൻ്റെ രക്തം കൊണ്ടിട്ടാണ് കോൺഗ്രസ് കിരാതത അവിടെ അരങ്ങേറിയത്. ദിവസം ചില്ലിക്കാശ് പോലും വരുമാനമില്ലാത്ത ഏകദേശം 89 കോടി ജനത അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സഫ്ദർ ഈ തെരുവുകളുടെ കലാകാരനായി മാറിയെന്നത് സാധാരണക്കാരനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയും കൊണ്ടായിരിക്കണമെന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. എപ്പോഴും സാധാരണക്കാരോടൊപ്പം കൂടുകയും അവരുടെ ജീവിതങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടുകയും ആ ജീവിതങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ വേദനകളും ഒപ്പം പ്രതിസന്ധികളും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയുമൊക്കെ ചെയ്തതാണ് സഫ്ദറിൻ്റെ കലാസൃഷ്ടികൾ
മുഴുവനും എന്നാലോചിക്കുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരാളുടെയും കഥ ആ നാടക ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയേറിയ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിലൊട്ടാകെ ഓടി നടന്ന് ഇത്തരം പ്രവർത്തനങ്ങളെ മൂല്യവത്താക്കുകയും SFIയെ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു മഹാവ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ സഫ്ദർ ഹാഷ്മി. കുട്ടിക്കാലത്ത് തന്നെ സഫ്ദർ ഹാഷ്മിയുടെ മനസ്സിൽ മാർക്സിയൻ ചിന്താഗതികൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. രാഷ്ട്രീയ സംഘടനകളുടെ, ഇടതു രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയോടുകൂടി തന്നെ അനീതിക്കും അക്രമത്തിനും അഴിമതിക്കുമെതിരെ സഫ്ദർ നിരന്തരമായി നാടകത്തെ പോരാട്ടായുധമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. എപ്പോഴും ഓരോ വിഷയങ്ങൾ കണ്ടെടുത്തിട്ട്, ഉദാഹരണത്തിന് ഡൽഹിയിലൊരു ബസ് ചാർജ് വർധനയുണ്ടായി. ആ വർധനയ്ക്കെതിരെ നാടകം അവതരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ, ആ നാടക സംഘത്തെ മുഴുവൻ ഒന്നാകെ അറസ്റ്റ് ചെയ്യുകയും, പക്ഷേ ആ നാടകം മുന്നോട്ട് വെച്ച ആശയം ജനങ്ങളിലേക്ക് എത്തിയതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഉയർന്ന അപാരമായ പ്രതിഷേധം ഡൽഹിയിലെ ബസ് ചാർജ് വർധന പിൻവലിക്കുന്നിടത്ത് വരെ എത്തിച്ചേരുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഓരോ വിഷയങ്ങളെയും സമൂഹത്തിന് കാതലായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സഫ്ദർ നടത്തിയ പ്രയത്നങ്ങളുടെ ഒത്തിരി കാര്യം നമുക്കതിലൂടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ തലത്തിലും ഇറങ്ങി നിന്നുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉയർത്തിയെടുത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് സഫ്ദർ ഹാഷ്മി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒത്തിരി നാടകങ്ങൾ, അതിൽ അടിയന്തരാവസ്ഥയുടെ ഫാസിസ്റ്റ് ഭരണ സംവിധാനങ്ങളെക്കുറിച്ച്, ഫാസിസ്റ്റ് ക്രൂരതയെക്കുറിച്ച്, അന്ന് നടത്തിയ തേർവാഴ്ചയെക്കുറിച്ച് പറയുന്ന കുർസി, അതുപോലെ മെഷീൻ, അങ്ങനെ ഔരത്ത് അല്ലെങ്കിൽ സ്ത്രീ, യന്ത്രം, ഇങ്ങനെ കുറേയേറെ നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഗാസിയാബാദിലെ ആ നാടകം അന്ന് അവിടെ വെച്ച് അവസാനിച്ചെങ്കിലും കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഹാഷ്മി പിറ്റേന്ന് മരണപ്പെടുകയും, എന്നാൽ അത് കണ്ട് അർച്ചിക്കാൻ തയ്യാറാവാത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി മാലശ്രീ ഹാഷ്മി എന്ന് പറയുന്ന മാലശ്രീ ഹാഷ്മി നേതൃത്വം കൊടുത്തുകൊണ്ട് ജനുവരി 4-ാം തീയതി തന്നെ അദ്ദേഹത്തെ കൊന്ന, സഫ്ദർ ഹാഷ്മിയെ കൊന്ന അതേ സ്ഥലത്ത് വെച്ച് ആ നാടകം പൂർണ്ണമായി, ഹല്ലേബോൾ എന്ന് പറയുന്ന നാടകം പൂർണ്ണമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികാരം തീർത്തത്. 2012 ഏപ്രിൽ മാസത്തിൽ സഫ്ദർ ഹാഷ്മിയുടെ ജന്മദിനമായ 12-ാം തീയതി ഡൽഹിയിലെ പട്ടേൽ നഗറിൽ നാടകങ്ങൾ അവതരിപ്പിക്കാനും നാടക കളരിക്കും വേണ്ടി സ്റ്റുഡിയോ സഫ്ദർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഹാഷ്മിയുടെ ഓർമ്മയ്ക്കായി രൂപപ്പെടുത്തി. അവിടെ നമ്മുടെ ഭാരതത്തിലെ വിഖ്യാത ചിത്രകാരനായ ഡോക്ടർ MF ഹുസൈൻ ട്രൈബ്യൂട്ട് ടു ഹാഷ്മി എന്ന പേരിലൊരു ചിത്രം വരച്ചു. ഇത് ഒരു ഇന്ത്യൻ ചിത്രകാരൻ്റെ വരയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വിലയ്ക്ക് ആ ചിത്രം ലേലം ചെയ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം. ഇന്ത്യയിലെ ഒരു ചിത്രകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മൂല്യമായിട്ട് നമ്മുടെ MF ഹുസൈൻ്റെ ട്രൈബ്യൂട്ട് ടു ഹാഷ്മി എന്ന് പറയുന്ന ചിത്രം വളരെ വലിയ വിലയാണ് നേടിയത്. ഏകദേശം 1 മില്യൺ പൗണ്ടാണ് ആ ചിത്രത്തിന് കിട്ടിയത്. മനുഷ്യരോടും സാമൂഹ്യ ചുറ്റുപാടുകളോടും ഒരു കലാകാരൻ്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് വിഷമങ്ങളെ മനസ്സിൻ്റെ അകത്തളങ്ങളിലിട്ട് ഊതിപ്പെരിപ്പിച്ച്
അതായത് ഒരു ഭൂമിയുടെ ഉള്ളിൽ ലാവ ഉറഞ്ഞു കൂടിയിട്ട് അത് പൊട്ടി പുറത്തേക്ക് വരാൻ എന്തുമാത്രം വെമ്പൽ കൊള്ളുന്നോ, അതുപോലെ മാനുഷിക വിഷമങ്ങളെ മനസ്സിലിട്ട് ആ, കത്തിച്ച് ആ, പുറത്തെത്തിച്ച കലാസൃഷ്ടികളാണ് എപ്പോഴും സഫ്ദറിൻ്റെതായ കലകൾ. അക്കാലത്തെ നാടകങ്ങളെല്ലാം തന്നെ പൊതുവേ രാജാക്കന്മാരുടെയും അതുപോലെ മറ്റിതര കഥാപാത്രങ്ങളെയും പുരാണ കഥാപാത്രങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരുതരം ആസ്വാദനത്തിൻ്റെ രീതികൾ തീർക്കുമ്പോൾ സഫ്ദറിൻ്റെ നാടകങ്ങൾ തികച്ചും കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ജീവിതഗന്ധിയായ സങ്കടങ്ങളെ കോർത്തിണക്കിയാണ് സഫ്ദർ അത്തരം രചനകൾ നിർവഹിച്ചത്. രചനകൾ നിർവഹിക്കുക മാത്രമല്ല, അതൊക്കെ അരങ്ങിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും സമൂഹത്തിലെ പ്രതികരണശേഷിയുള്ള സമൂഹത്തെ ഉണർത്തിയെടുക്കുകയുമാണ് സഫ്ദറിൻ്റെ രചനകളിലൂടെ സഫ്ദർ ചെയ്തിട്ടുള്ളത്. അധ്യാപകനും നാടകകൃത്ത്, കവി തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന സഫ്ദർ ഗുഡ്വാളിൽ അതുപോലെ തന്നെ കാശ്മീരിലൊക്കെ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അധ്യാപക വൃത്തി പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുഴുവൻ സമയ നാടക പ്രവർത്തനായി അദ്ദേഹം മാറി. ദില്ലി സർവകലാശാലയിൽ പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ നാടകത്തോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രതിസന്ധികളോടുള്ള ദേഷ്യവും അദ്ദേഹത്തെ പ്രതിഷേധത്തിൻ്റെ ഒരാൾരൂപമാക്കി മാറ്റിക്കളഞ്ഞു. ഭാരതത്തിലെ ഭരണകൂടങ്ങളുടെ കണ്ണു തുറപ്പിക്കാനുള്ള രചനകളിലേക്ക്, അത്തരം നാടകങ്ങളുടെ അവതരണത്തിലേക്ക് അദ്ദേഹം പൂർണ്ണമായ ശ്രദ്ധ മാറ്റിവെച്ചു. കേരളത്തിലും സഫ്ദർ ഹാഷ്മി കലാവേദി നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരുവ് നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു വലിയ നോട്ടീസോ പ്രചരണമോ ബാനറുകളോ അനൗൺസ്മെൻറ്റോ ഒന്നുമില്ലാതെ ഒരു സമയത്ത് ജനങ്ങൾ കൂടിയിരിക്കുന്ന ഒരു തെരുവിൽ ഒത്തുകൂടുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ വേഷങ്ങളില്ലാതെ, ഒരു വലിയ സ്റ്റേജില്ലാതെ, തെരുവിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്നു കൊണ്ട് കുറച്ചു പേര് വ്യത്യസ്ത ശബ്ദങ്ങളിൽ സംസാരിച്ചുകൊണ്ട് സമൂഹത്തെ ചില വിഷയങ്ങളുടെ ഭീകരതകൾ ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. നാലാൾ കൂടുന്ന കവലയിലേക്ക് കൂട്ടമായി എത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞു തരുന്ന രീതിയാണ് തെരുവ് നാടകങ്ങൾ എപ്പോഴും അവലംബിക്കുന്നത്. സഫ്ദറിൻ്റെ തെരുവ് നാടകങ്ങൾ ആ അർത്ഥത്തിൽ സമൂഹത്തിന് നൽകിയ ആശയപരമായ ഉണർവ് നിർവചിക്കാനാവുന്നതിലപ്പുറമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. അധികാരികളുടെ തെറ്റുകളെ തുറന്നു കാട്ടുവാൻ കലയിലൂടെ സാധിക്കുമെന്നാണ് സഫ്ദർ ഹാഷ്മി ബോധ്യപ്പെടുത്തിയത്. അധികാര ദുർവിനിയോഗ ശക്തികളുടെ ഇരയായി തന്നെയാണ് അദ്ദേഹം മരിക്കേണ്ടി വന്നത് എന്നത് ഒരു വലിയ സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. ഹല്ലേ ബോൽ എന്ന നാടകം തീർച്ചയായിട്ടും ജനവിരുദ്ധതയ്ക്കെതിരെയും തൊഴിലാളി ദ്രോഹത്തിനെതിരെയും അദ്ദേഹം നിർമ്മിച്ച നാടകമാണ്. അന്ന് ആ നാടകം അവിടെ അവതരിപ്പിക്കുന്നതിൽ ഇഷ്ടം ഇല്ലാഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്തായിരുന്നാലും ആ നാടകത്തിൻ്റെ പരിപൂർത്തി എത്തുന്നതിന് മുമ്പ് ഈ ക്രൂരവർഗം, നമുക്കറിയാം, കലാപരാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് എപ്പോഴും ഇടതുപക്ഷത്തെ പരിഹസിക്കുന്നവരാണ് മറ്റിതര രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ. കലാപം എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ടെങ്കിൽ പോലും ഇതുപോലെ എത്ര 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 ആൾക്കാരെ, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും മനുഷ്യരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് തല്ലിക്കെടുത്തി ഇല്ലാതാക്കിയതാണ് കോൺഗ്രസിൻ്റെ ബൂർഷാസി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. അതിൽ സങ്കടമായ ഒരവസ്ഥ തന്നെയാണ് സഫ്ദർ ഹാഷ്മിയിലൂടെയും നമുക്ക് ലോകത്തിന് ദർശിക്കാൻ കഴിഞ്ഞത്. എപ്പോഴും നമ്മൾ ഒരു 34 വയസ്സിലെ അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള ബാല്യം കഴിഞ്ഞ് കൗമാരം മുതൽ തുടങ്ങി 35 വയസ്സിലേക്ക് എത്തുന്ന ജീവിതത്തിൽ
എത്രമാത്രം ഒരാളിൽ നിന്ന് സംഭാവനകൾ പ്രതീക്ഷിക്കാമോ അതിലൊക്കെ അപ്പുറത്തേക്ക് ഇന്നും ജനനാട്യമഞ്ച് എന്ന് പറയുന്ന നാടകവേദി മാലാശ്രീ ഹാഷ്മിയിലൂടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 100-ലധികം നാടകങ്ങളിലായി 5000-ലധികം വേദികളിൽ മാലാശ്രീ ഹാഷ്മി തന്നെ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് രൂപീകരിച്ച അദ്ദേഹത്തിൻ്റെ മാനസിക താല്പര്യമാണ് നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. മനുഷ്യർക്ക് വേണ്ടി ഉരുമം കൊണ്ട ഈ പ്രസ്ഥാനം, അതിൻ്റെ ആത്മാർത്ഥത എത്രയേറെ ശക്തമായിരുന്നോ അതുതന്നെയാണ് ആ നാടകവേദി ഇന്നും അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്ന സഫ്ദർ 1984 സിഖ് വിരുദ്ധ കലാപകാലത്ത് പുരോഗമന ആശയങ്ങൾ ലാഹോറിലും കറാച്ചിയിലുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വലിയ പ്രതിബദ്ധത, പ്രശസ്തിയൊക്കെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില നാടകങ്ങൾ കുർസി, ഹത്യാരെ, മെഷീൻ, ഗാവ് സെ ഷെഹർ തക്ക്, രാജാ കാ ബാജ, ഔരത്ത്, ഹല്ലാ ബോൽ എന്നിങ്ങനെ പോകുന്നു. സഫ്ദറിൻ്റെ നാടകങ്ങൾ രാഷ്ട്രീയം ഉണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ശരിയായൊരു ദർശനമുണ്ട് എന്ന് സിസറോയെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം അത് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും നന്മയുണ്ട്, ആദർശമുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത സത്യാന്വേഷണമുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന, വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യരെ കണ്ടെത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന കുറേയേറെ സംഭവങ്ങൾ നമ്മുടെ സഫ്ദർ ഹാഷ്മിയുടെ നാടകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ കഴിയും. ഹല്ലാ ബോൽ എന്ന് പറയുന്ന നാടകം രക്തം മടക്കുന്നതാണ് എന്ന് പറയുക സത്യം തന്നെയാണ്. അവിടെയാണ് ഹാഷ്മി രക്തസാക്ഷിത്വം വഹിക്കുന്നത് എന്നതിലുപരി ആ നാടകം തൊഴിലാളികളുടെ രക്തത്തിൻ്റെ കണക്കാണ് പറഞ്ഞിരുന്നത്. അവിടുത്തെ വ്യത്യസ്തരായ പീഡകർ പീഡിപ്പിച്ച് വകവരുത്തുന്ന തൊഴിലാളികളുടെ പ്രതിരൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ വ്യത്യസ്ത തലത്തിലുള്ള ഇടപെടലുകളെ ഒരു വേദിയിൽ കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ഹല്ലാ ബോൽ അവിടെ അരങ്ങേറിയത്. ഹല്ലാ ബോൽ എന്ന് പറയുന്ന ഒരു നാടകം കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാകണമെന്നില്ല. കാരണം തൊഴിലാളി മേഖലകളിൽ ഒത്തിരി വിവേചനങ്ങൾ ഉണ്ടായിരുന്ന ഒരു പഴയ കേരളത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും അതല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ട് വരുത്തിയ മാറ്റങ്ങളും ഭരണത്തിൽ നിന്നുകൊണ്ടും പുറത്തു നിന്നുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടുമെല്ലാം വരുത്തിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സഫ്ദർ ഹാഷ്മി ഡൽഹി കണ്ട ഒരു കേരളം, അല്ലെങ്കിൽ അന്ന് ഹല്ലാ ബോൽ അവതരിപ്പിക്കുമ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന 1989 ഒരു കാഴ്ചപ്പാട് ഇന്നൊരു പക്ഷേ കേരളത്തിൽ പറഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടണമെന്നില്ല. തൊഴിലവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു അവകാശം പോലും ഇല്ലാത്തൊരു കാലത്ത് ജന്മിയുടെ അല്ലെങ്കിൽ ജന്മിത്വ വ്യവസ്ഥയുടെ പേരിൽ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്തെ ചെറിയ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ നാടകത്തിലൂടെ സഫ്ദർ ചെയ്തിട്ടുള്ളത്. ജോലിക്ക് അർഹമായ വേതനം തൊഴിലാളികൾക്ക് കിട്ടണം എന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ശബ്ദമായിരുന്നു ഹല്ലാ ബോൽ എന്ന് പറയുന്ന നാടകം സമൂഹത്തിന് സമ്മാനിച്ചത്. തൊഴിലിടങ്ങൾ നടക്കുന്ന സമരങ്ങളിൽ ഓരോ തൊഴിലാളിയും ബോധവാനാവുകയും അവരുടെ അവകാശങ്ങൾ കൃത്യമായി പറഞ്ഞ്
ചൂഷണം ചെയ്യുന്ന ബൂർഷാസി സംഘങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവരവരെ പ്രാപ്തമാക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹല്ലാബോൽ എന്ന് പറയുന്ന നാടകം. ഡൽഹിയിലെ തൊഴിലാളികളുടെ സാഹചര്യം വളരെ ദുർഘടമായിരുന്നു. അതൊക്കെ ആ നാടകത്തിൽ കൃത്യമായി വരച്ചു കാട്ടുകയും അച്ഛനും അമ്മയും അങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ തൊഴിലാളി വിരുദ്ധ നേതാക്കളുടെയും രൂപങ്ങളെയും പോലീസിനെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ശരിക്കും കഥാപാത്രങ്ങളിലൂടെ ആ ദയനീയത വിളിച്ചു പറയുന്ന ഒരു നാടകമായി ഹല്ലാബോൾ മാറി. അതുപോലെ സഫ്ദറിൻ്റെ മറ്റൊരു നാടകമായിരുന്നു ഗ്രാമം മുതൽ നഗരം വരെ എന്ന് പറയുന്ന നാടകം. അതിൽ ക്ലർക്ക്, കർഷകൻ, വട്ടിപ്പണക്കാരൻ, ചൗധരി, കലുവ, ഫാക്ടറി ഉടമ, ശിങ്കിടി, വിദ്യാർത്ഥികളൊക്കെ അതിലെ കഥാപാത്രങ്ങളായി വന്നു. അതിൽ വ്യത്യസ്തമായ വിഷമങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ചൗധരി എന്ന് പറയുന്ന വലിയൊരു ധനാഢ്യനും അവിടെ വട്ടി പലിശക്കാരനായി വരുന്ന ഒരു വ്യക്തിയും ഒരു കർഷകനുമൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈന്യതയുടെ മുഖം അനാവരണം ചെയ്യുന്നുണ്ട്. അവിടെ വട്ടി പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കർഷകൻ പണം കടമെടുക്കുന്നു. ചോദിക്കുമ്പോഴൊക്കെയും കുറച്ച് പണം കൊടുക്കുന്നു. കർഷകനും പണക്കാരനും വട്ടിപ്പലിശക്കാരനും ചൗധരിക്കും തമ്മിലുള്ള ഒരു ലെവലാകുമ്പോൾ ഈ പാവപ്പെട്ട കർഷകനോട് പണം ആവശ്യപ്പെടുമ്പോൾ ദൈന്യമായിരിക്കുന്ന കൃഷിത്തോട്ടത്തെ നോക്കിക്കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി സമയം തരണമെന്ന് വല്ലാതെ വട്ടിപ്പലിശക്കാരനോട് കേഴുന്നു കർഷകൻ. ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് വട്ടിപ്പലിശക്കാരൻ ഇവനോട് പണം ആവശ്യപ്പെടുന്നു. തന്ത്രപരമായി ചൗധരിയെ കൊണ്ടുവരുന്നു. 3250 രൂപ വട്ടിപ്പലിശക്കാരന് കൊടുക്കാനുള്ളപ്പോൾ ചൗധരിയുമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചൗധരി 3000 രൂപ കൊടുത്ത് കൃഷിഭൂമി തൻ്റേതാക്കി മാറ്റുന്നു. കരഞ്ഞ് കണ്ണ് കലങ്ങി ആ കർഷകൻ നാവെടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വട്ടിപ്പലിശക്കാരൻ അവൻ്റെ നെഞ്ചിന് ചവിട്ടി താഴെ വീഴ്ത്തുന്നു. ഇങ്ങനെയുള്ള കുറേയേറെ രംഗങ്ങൾ. അവിടെ തന്ത്രപരമായി എത്രയോ രൂപ അധികം കിട്ടേണ്ട ആ ഭൂമി മൊത്തമായി 3000 രൂപ വട്ടിപ്പലിശക്കാരന് കൊടുത്തുകൊണ്ട് ചൗധരിയും വട്ടിപ്പലിശക്കാരും തമ്മിലുള്ളൊരു നാടകത്തെ സമൂഹത്തിൻ്റെ നെഞ്ചിലേക്ക് തറക്കുന്ന മറ്റൊരു കൂരമ്പായ നാടകമാക്കി അവതരിപ്പിക്കുകയാണ് സഫ്ദർ അവിടെ ചെയ്തത്. പണം എല്ലാത്തിൻ്റെയും ശക്തിയാണെന്ന് വരുത്തുകയും പക്ഷേ എന്നാൽ പണം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ നേരായ മാർഗമല്ലാത്ത രീതിയിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു പറഞ്ഞ് മനസ്സിലാക്കുന്നതിലപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ മുഖം കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള സഫ്ദറിൻ്റെ ആ ശ്രമം നമുക്ക് വളരെ വിലമതിക്കേണ്ടതുണ്ട്. തൊഴിൽ നേടാൻ വേണ്ടി ഒരു അഭ്യസവിദ്യൻ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ അവതരിപ്പിക്കുകയാണ് രാജാവിൻ്റെ പെരുമ്പറ എന്ന് പറയുന്ന നാടകത്തിലൂടെ സഫ്ദർ ചെയ്യുന്നത്. പഠനം എന്ന ഒരു കടമ്പ കടന്ന് കരക്ക് കയറാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് കുറേയേറെ പണവും മുടക്കി അങ്ങനെ പഠിച്ചിട്ട് തൊഴിലന്വേഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ദൈന്യത, താനും ഇങ്ങനെ അന്വേഷിച്ച് നടന്നതാണെന്ന് മറ്റൊരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എല്ലാം രാജാവിൻ്റെ പെരുമ്പറ എന്ന് പറയുന്ന നാടകത്തിൽ കാണാൻ കഴിയും. തൊഴിലന്വേഷിച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് 5 അംഗങ്ങളുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡ് നടത്തുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങൾ, ഏത് ജോലിക്ക് വേണ്ടി ചെന്നാലും അല്ലെങ്കിൽ ഡ്രൈവറായി ജോലി നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങൾ ഹിന്ദി സാഹിത്യം പഠിച്ചിട്ടുണ്ട്, ശ്രീ ഗുൽഷൻ നന്ദയുടെ ആദ്യത്തെ നോവൽ ഏതാണ്, അതേത് വർഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഇടുന്നത് ഇത്തരം ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഗുൽഷൻ നന്ദ എന്ന് രാമേശ്വർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൊഴിലന്വേഷിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവറോ എന്തെങ്കിലും ഡ്രൈവറായിട്ട് ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ രാമേശ്വർ ഉടനെ പറയുന്നുണ്ട്, സാർ
ഗുൽഷൻ നന്ദ ഹിന്ദി സാഹിത്യത്തിന് സംഭാവന ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ രണ്ടാമൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഓരോ നോവലിലും സിനിമയായിട്ടുണ്ട്, ഹിന്ദിയിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നോവലിസ്റ്റ് വേറെ ഉണ്ടോ? മൂന്നാമൻ, അതുമാത്രമല്ല ആ സിനിമകളെല്ലാം സിൽവർ ജൂബിലി ഹിറ്റായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചർച്ചകൾ പറഞ്ഞുകൊണ്ട് ഒരു അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരനെ മനസ്സിലെ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിൽ തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയായിരുന്നു രാജാവിൻ്റെ പെരുമ്പറ എന്ന് പറയുന്ന നാടകം. അവസാനമായി അവിടെ രാമേശ്വരൻ്റെ ചില വാക്കുകളുണ്ട്. ഈ ലോകം അനന്തവും പരിമിതവുമാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തൊഴിലില്ലായ്മയുടെ മണലാരണ്യമാണ്. പറയൂ, ഈ തൊഴിലില്ലായ്മ ഇല്ലാതാകുന്നത് എന്നാണ് എനിക്കൊരു ജോലി കിട്ടുക? ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ബട്ട് ഐ ഷാൾ ഗോ വെയർ, ഞാൻ എവിടെ പോകും? ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇന്നെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. വൃദ്ധനും രോഗിയായ അച്ഛൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ തെളിച്ചം കിട്ടുമെന്ന് കരുതിയാണ്. പക്ഷേ ഓരോ ദിവസവും പരാജയത്തിൻ്റെ നാളുകളായി തീരുന്നു എന്ന് പറയുന്ന രാമേശ്വരൻ്റെ വാക്കുകൾ ഈ നാടകത്തിൽ എന്നും വളരെ ഉച്ചത്തിൽ ഓരോ കാതുകളിലും അലയടിക്കുന്നുണ്ട്. ഇവിടെ സഫ്ദർ ഇത്തരം തൊഴിൽ മേഖലകളുടെ ചൂഷണങ്ങളെക്കുറിച്ച് ധാരാളം ആ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചുരുക്കുകയാണ്. മുതലാളിത്തത്തിൻ്റെ മുന്നിൽ തൊഴിലാളികൾ യന്ത്രങ്ങളായി മാറുന്ന ദയനീയ സ്ഥിതിയാണ് യന്ത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നാക്കെടുത്ത് ഉരിയാടാനാവാതെ കാളയെപ്പോലെയും പണിയെടുക്കുന്ന മനുഷ്യരായിട്ട് അധപ്പതിക്കേണ്ടി വന്ന ഒരു സമൂഹത്തിൻ്റെ കണ്ണ് നിറയുന്ന സങ്കടകഥയാണ് യന്ത്രം. എല്ലാ വികസനങ്ങളിലും യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങളെല്ലാം ഉണ്ടാക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനുമെല്ലാം മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ സാങ്കേതിക വിദ്യകളെ ഉപയുക്തമാക്കുന്ന മനുഷ്യനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് യന്ത്രം സമൂഹത്തിൽ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ സഫ്ദർ ഹാഷ്മിയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. ഒരു വലിയ മഹാമനീഷി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ത്രീ എന്ന് പറയുന്ന നാടകം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ ദയനീയമായ കഥയാണ് സ്ത്രീയും അനാവരണം ചെയ്യുന്നത്. പിഞ്ചുകുട്ടികൾ മുതൽ പ്രായമായ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സ്ത്രീകൾ വരെ വ്യത്യസ്ത തരത്തിൽ പീഡനത്തിൻ്റെ വക്താക്കളാവുകയാണ്. അടുക്കളയിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരു സംഭവമായി പല കുടുംബങ്ങളിലും സ്ത്രീകൾ അധപ്പതിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ചോദ്യം പോലും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതല്ലെന്ന് ധരിക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഇന്നും ഇന്ത്യ രാജ്യത്തുണ്ട്. അത്തരം ചില വസ്തുതകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ് സ്ത്രീ എന്ന് പറയുന്ന നാടകം ഔരത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. സഫ്ദർ ഹാഷ്മി എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വം ഈ രാജ്യത്തിന് പകർന്ന, അല്ലെങ്കിൽ ആ സഖാവ് ഈ രാജ്യത്ത് നിന്ന് പകർന്നു തന്നത് 1000 ചോദ്യങ്ങളുടെ വെളിച്ചമായിരുന്നു. വെളിച്ചമെന്ന് പറയാൻ കാരണം ആ ചോദ്യങ്ങളെല്ലാം മനുഷ്യരുടെ മസ്തിഷ്കങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് ലോകത്തെ സജ്ജമാക്കിയെന്ന് തന്നെ പറയാം. കനലിരുന്ന ഒത്തിരി യാഥാർത്ഥ്യങ്ങളെ ചിന്തയുടെ നഭോമണ്ഡലത്തിലേക്ക് സമ്മാനിച്ചുകൊണ്ട് കാലയവനികൾക്കുള്ളിലേക്ക് രക്തം ചൊരിപ്പിച്ച് കടന്നുപോയ സഫ്ദർ ഹാഷ്മി എന്ന ആ മഹാവ്യക്തിത്വത്തെ ഇന്ത്യൻ ജനതയ്ക്ക് അല്ല, ലോക ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 35 വയസ്സുകളുടെ ചെറുപ്പത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൂരരായ ബൂർഷാസിയുടെ ഇപ്പോൾ തന്നെ നമ്മുടെ സന്ദീപ് സഖാവിനെ കൊന്നതുപോലെ എത്ര സഖാക്കളെ ഈ കോൺഗ്രസ് വർഗം വകവരുത്തി കഴിഞ്ഞു. എത്ര പേരെ മുയ്യാരത്ത് ശങ്കരൻ മുതൽ തുടങ്ങുന്ന കേരളത്തിലെ അനവധി എണ്ണമില്ലാത്ത സഖാക്കളുടെ രക്തം കൊണ്ടെഴുതിയ ചരിത്രം. അതുപോലെ ഈ മനുഷ്യത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് കിടന്നുകൊണ്ട് അലയടിക്കുന്നുണ്ട് സഫ്ദർ ഹാഷ്മിയുടെയും രക്തത്തിൻ്റെ ചുവപ്പുകൾ. രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തതകളിൽ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ
മതേതരത്വ കക്ഷികളെന്ന് നാം കോൺഗ്രസിനെ വിലയിരുത്തുമ്പോൾ പോലും ഇവർ ഈ നാടിന് സമ്മാനിച്ച ക്രൂരതയുടെ മുഖങ്ങൾ ഓരോ ഹാഷ്മിയിലൂടെയും അനാവരണം ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ ഇവരോടെല്ലാം വെറുപ്പ് തോന്നുന്നതാണ് നമ്മുടെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശദമായി ഇനിയും മുന്നോട്ട് പോകുന്നില്ല. സഫ്ദർ ഹാഷ്മി എന്ന ആ ചടുലമായ കലാകാരൻ്റെ ഹൃദ്യമായ കാൽവെപ്പുകൾക്ക് മുന്നിൽ 1000 വിപ്ലവ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഈ വിഷയം ഞാൻ അനുസ്മരിച്ചു എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. പോരായ്മകൾ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ സഖാക്കൾ ചൂണ്ടിക്കാണിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും 1000 രക്തപുഷ്പങ്ങൾ ആ കാൽപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഓർമ്മകൾക്ക് സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. ലാൽ സലാം.